സ്കൂൾ തുറന്നപ്പോൾ പുതിയ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ പഴയ ബുക്ക് ആക്രിക്കാരന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈൻഡൊക്കെ എടുത്തിട്ട് ഓടിവായോ, ഞാനൊരു കിടലിന് വർക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ സ്കെയിൽ എടുക്കുക, നമുക്ക് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് എടുക്കണം കേട്ടോ. ഞാൻ സ്കെയിലിൻ്റെ അതേ വീതിക്കാണ് ലൈനുകൾ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 5 ബുക്കിൻ്റെ ബൈൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ അളവിലുള്ള ബുക്കുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈൻ ഇടുമ്പോഴും കറക്റ്റ് ഒരേ അളവിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു കുട്ടി ചതുരം ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് 4 പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഉപയോഗിക്കുന്ന ഗ്ലൂ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഒട്ടുന്ന പശ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇളകി പോരാത്തത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് B7000 ഗ്ലൂ ആണ്. ഇതേപോലെ ഒരു കുട്ടി ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പീസസും നമുക്കതുപോലെ ഫ്രെയിമുകളാക്കിയിട്ട് എടുക്കണം. ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം ഒന്ന് പിറക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ഇതേ കണക്ക് കേട്ടോ. അപ്പം ഓരോ പീസും വെച്ചിട്ട് ഇവിടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് 2 സൈഡും. അപ്പോൾ ഇതേപോലെ എത്ര പീസ് വേണമെങ്കിലും നമുക്കിങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഒരു ചങ്ങല പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതായത് 2 എണ്ണം വേണ്ട, 3 എണ്ണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, 4 എണ്ണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമയുണ്ടോ അത്രത്തോളം നിങ്ങൾക്കിത് വലുതാക്കി ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ബാക്കി വരുന്ന കുട്ടി ചതുര പീസസ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലൊരു സംഭവം കിട്ടും. എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒന്ന് കളറടിച്ച് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കുക കേട്ടോ. കൂടുതലും ബ്ലാക്കും അതുപോലെ സിൽവർ, ഗോൾഡ് ഈ കളേഴ്സൊക്കെ കൊടുത്താൽ കുറച്ച് അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കളറാണ്. നമ്മുടെ ചെവരുമായിട്ട് യോജിക്കുന്ന രീതിയിൽ നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. പല കളർ വേണോ അങ്ങനെ കൊടുക്കാം, അതല്ല 2 കളർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ ലുക്കിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ, ഒരു വാൾ ഡെക്കോറാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നോ എന്തോ ഓർമ്മയില്ല. അപ്പോൾ അതേ ഞാനിവിടെ 2 കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു അലങ്കോലപ്പണി എന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയ ഡോട്ടും കാര്യങ്ങളും കൂടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട്? ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യേ.